ഹായ് ഫ്രണ്ട്സ്, ഞാൻ Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരിക്കൽ ദുബായിലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. ഏകദേശം 30 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ. അവർ വന്നിട്ട് പറഞ്ഞു, സർ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവരന്ന് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഒരു പരിചയമുണ്ടായിരുന്നു. അവരെന്നോട് സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: സർ, ഞങ്ങൾ ഷാർജയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. ഭർത്താവും കുടുംബവും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. 2 വർഷം മുൻപാണ് എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്ത് ഷാർജയിലേക്ക് ജോലി ആവശ്യാർത്ഥം ട്രാൻസ്ഫറായി വരുന്നത്. ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ഞങ്ങൾ വീക്കെൻഡുകളിൽ പുറത്തു പോകുന്ന സമയത്തും അതുപോലെ തന്നെ മാളിൽ പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിരുന്ന സ്പെഷ്യൽ കെയറുകൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചോ, എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കെയർ ചെയ്യുന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും പലപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വരികയും ചെയ്തപ്പോൾ അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും മക്കൾ രണ്ടുപേരും രാവിലെ സ്കൂളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഭർത്താവും മക്കളും വരുന്നത് വരെ സാറിനറിയാമല്ലോ, ഞാൻ ആ ഫ്ലാറ്റിൽ തനിച്ചാണ്. ഈ തനിച്ചാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾക്കിടയിൽ വാക്കുകൾ കൊണ്ടോ മറ്റോ ഒരിക്കലും തന്നെ ബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തമാശ പറയുകയും ഒരുപാട് നേരം സംസാരിക്കുകയും എൻ്റെ ജീവിതകാര്യത്തെക്കുറിച്ചും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മറ്റൊരു ഭർത്താവിൽ നിന്ന് പോലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിനകത്തും അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കമൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുകയും ചെയ്തു. അത് എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര അയക്കാൻ പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ സുഹൃത്തിന് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ അദ്ദേഹത്തെ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര അയക്കാൻ പോയി. എയർപോർട്ടിൽ യാത്ര അയച്ച് പുറത്തു വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വല്ലാത്ത രീതിയിലാണ് സങ്കടപ്പെട്ട് ഒരുപാട് സമയം കരഞ്ഞു. ഞാനും അദ്ദേഹവും തമ്മിലുള്ള സൗഹൃദം അറിയാവുന്നതുകൊണ്ട് ഭർത്താവ് അതിനെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. അദ്ദേഹം അതിനെ നല്ല രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്തു. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷവും പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷേ എനിക്കറിയാം സർ, ഞാനൊരു ഭാര്യയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എനിക്കിങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾക്കിടയിൽ വേണ്ടാത്ത ബന്ധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് മാറിയിരിക്കുന്നു. എനിക്ക് എങ്ങനെയാണ് തിരിച്ച് പഴയ ഭാര്യയാകാൻ കഴിയുക? എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് പഴയ ഒരാളായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നോട് കരയുന്ന അവസ്ഥയിലാണ് അന്ന് സംസാരിച്ചത്. ഇവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നല്ല തിരക്കുള്ള ബിസിനസ്സുകാരനായ ഭർത്താവ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും സമയമില്ലാത്ത അത്രയും തിരക്കുള്ള ഭർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭർത്താവിനോടൊന്ന് സംസാരിക്കാം. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാം. പ്രത്യേകിച്ചും ഭർത്താവിനോട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സ്നേഹമാണ്, ഒരു കരുതലാണ്, ഒരു കെയറിംഗ് ആണ്, സന്തോഷമാണ്. അങ്ങനെ ഭർത്താവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് ലാപ്ടോപ്പും പിടിച്ചുകൊണ്ടാണ് വീണ്ടും വീടിനകത്തിരിക്കുന്നത്. അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വീണ്ടും വീട്ടിനകത്ത് നിന്നും ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ചിലവഴിക്കുന്നു. ഇതിനിടയിൽ ഭർത്താവിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന
ഭാര്യയോട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ, ആരോഗ്യ വിവരങ്ങൾ ചോദിക്കാൻ, എന്താണ് നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ പോലും മറന്നു പോയി പോകുകയാണ് ഭർത്താവ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവർ ഭർത്താവിന് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ അഭിപ്രായമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നതിനിടയിലാണ് ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ഭർത്താവിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബന്ധത്തിനകത്ത് ഒരു വിള്ളൽ വരികയാണ്. ഭർത്താവിൽ നിന്ന് കേൾക്കേണ്ട സ്നേഹവും കരുതലും നല്ല വാക്കുകളും ഒന്നുമില്ല. സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ജോലിയും തിരക്കും ബിസിനസ്സുകളും എല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, ഭർത്താവിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടമാണ് ഈ സ്ത്രീയും പങ്കുവെച്ചതും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് സാധാരണയായി എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവിഹിത ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദമ്പതിമാർക്കിടയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളാണ്. അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹപൂർവ്വമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള ഗ്യാപ്പുകളാണ്. നിങ്ങൾ ഭാര്യയാണെങ്കിൽ, നിങ്ങൾ ഭർത്താവാണെങ്കിൽ, നിങ്ങൾ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയങ്ങൾ ഉണ്ടാകണം. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ഇണയോട്, നിങ്ങളുടെ ഭർത്താവിനോടും ഭാര്യയോടും പരസ്പരം സംസാരിച്ചിരിക്കുക. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴും സെക്സിൽ ഏർപ്പെടണമെന്നല്ല. സംസാരിക്കുക, നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കലുണ്ടാകുക എന്ന് പറയുന്നതിനർത്ഥം എപ്പോഴും സെക്സിൽ ഏർപ്പെടുക എന്നല്ല. സെക്സിനപ്പുറത്തും ഒരുപാട് സ്വകാര്യ നിമിഷങ്ങൾ ഇണകൾക്ക് തമ്മിലുണ്ട്. മുട്ടിയുരുമിയുന്നുകൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് ചെറുതാകാം, വലുതാകാം. പക്ഷേ ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും ചേർന്ന് നിന്നുകൊണ്ട്, പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട്, പരസ്പരം തലോടിക്കൊണ്ട് എത്രമാത്രം മനോഹരമായിട്ട് പറയാനുണ്ടാകും. പരസ്പരം ആരോഗ്യ വിവരങ്ങൾ കേൾക്കുക, മനോഹരമായിട്ട് സംസാരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഭാര്യയുടെ കണ്ണിൽ നോക്കി പ്രണയപൂർവ്വം സംസാരിക്കുക. നിങ്ങൾക്കിടയിൽ നഷ്ടമായിട്ടുള്ള പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ നിങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങളിൽ കൊണ്ടുവന്ന് പ്രണയത്തെ പങ്കുവെക്കുക, പ്രണയത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. ആ പ്രണയം സൃഷ്ടിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, ജോലി തിരക്കിനാണെങ്കിലും ശരി, ഭാര്യയ്ക്കൊന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഭർത്താവ് ഏത് തരത്തിൽ എങ്ങനെ വരുന്നതാണെങ്കിലും ശരി, സ്നേഹപൂർവ്വം ഒന്ന് അടുത്ത് ചെന്നുകൊണ്ട് പിന്തുണ കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ഭർത്താവിൻ്റെ ഭാര്യയുടെ മാത്രം പ്രശ്നമല്ല, ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന താളപ്പിഴവിൻ്റെ പ്രശ്നമാണ്. പരസ്പരം മനസ്സിലാക്കാതെ സ്വകാര്യ നിമിഷങ്ങൾ ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്കിടയിൽ സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കണം. പ്രണയപൂർവ്വമായി മറ്റെല്ലാ ബാരിയേഴ്സും മാറ്റിവെച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ മാറ്റിവെച്ചുകൊണ്ട്, ഫോൺ മാറ്റിവെച്ചുകൊണ്ട്, ഓഫീസിലെ മറ്റെല്ലാ ഭാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, ഓഫീസിലെ പ്രഷറുകൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ, മക്കൾക്ക് പല തിരക്കുണ്ടാവും. പല ഭാര്യമാരും ഭർത്താക്കന്മാരുടെ സ്വകാര്യ നിമിഷങ്ങളെയും അവകാശങ്ങളെയും ഹനിക്കുന്നത്. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുക, ഫുഡ് ഉണ്ടാക്കുക, വീണ്ടും കുട്ടികളുടെ കാര്യം നോക്കുക, എങ്ങനെയെങ്കിലും വന്ന് ബെഡിൽ വന്ന് കിടന്നുറങ്ങുക. ഭർത്താവിനോട് ഇടപഴകാനോ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും തയ്യാറാകാതെ കഴിച്ചു കൂട്ടുക. ഇങ്ങനെയല്ല ഭാര്യ ഭർത്താക്കന്മാർ ജീവിതം കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കണം. പ്രണയപൂർവ്വമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ, തലോടുകൾ ഉണ്ടാകണം, കെട്ടിപ്പിടിക്കലുകൾ ഉണ്ടാകണം, ചുംബനങ്ങൾ ഉണ്ടാകണം, പ്രണയത്തിൻ്റെ പങ്കുവെക്കലുണ്ടാകണം. ആസ്വാദ്യകരമാകുന്ന രൂപത്തിൽ ഇണയുടെ സന്തോഷവും ഇണയുടെ സംതൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകണം. ഒരു വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള വികാരത്തിൻ്റെ എക്സ്ചേഞ്ച് എന്താണ്, പങ്കുവെക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണകൾ തമ്മിലുള്ള പ്രണയപൂർവ്വമുള്ള സ്നേഹപൂർവ്വമുള്ള ലൈംഗിക ബന്ധമാണ്. തൻ്റെ ഇണയുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയുള്ള, തൻ്റെ ഇണയുടെ സംതൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. നിങ്ങളുടേതായുള്ള നിമിഷങ്ങൾ പ്രണയപൂർവ്വം സൃഷ്ടിക്കണം. അത് സൃഷ്ടിക്കുന്നില്ലാത്തിടത്താണ് അവിഹിത ബന്ധങ്ങളുടെ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളാരും വിളിച്ചു വരുത്തേണ്ട. നിങ്ങൾക്കിടയിൽ ആ സ്വകാര്യതകളില്ലെങ്കിൽ, ഇണകൾക്കിടയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അവർക്കിടയിൽ പറയുന്നില്ലെങ്കിൽ, അത് പറയാൻ അവസരം കാത്തു നിൽക്കുന്ന, മൊബൈൽ ഫോണുകളും നമ്പറുകളും തരപ്പെടുത്തി നിൽക്കുന്ന, ഫോൺ വിളിച്ചുകൊണ്ട് കെണിയിൽ ചാടിച്ച് പണം തട്ടാൻ വേണ്ടിയിട്ടും മറ്റു ഫോട്ടോ എടുത്തുകൊണ്ടുമൊക്കെ പല രീതിയിൽ ചൂഷണത്തിന് കാത്തു നിൽക്കുന്ന കഴുകന്മാർ ചുറ്റുമുണ്ട്. ഇതൊന്നും വിളിച്ചു വരുത്തേണ്ട, അവർ തേടി വരും. നിങ്ങളുടെ ഇടം നിങ്ങളായിട്ട് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അവിഹിതം വണ്ടി വിളിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട, മറിച്ചത് വന്നോളും. അവിഹിതം വരുന്ന വഴികളിൽ ദമ്പതിമാർക്കിടയിലുള്ള അകൽച്ച
ഒരു വലിയ കാരണമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. അത് മനഃപൂർവ്വം അതിലേക്ക് പോയി വീഴാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈംഗിക താല്പര്യമോ മാത്രമല്ല. വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും കിട്ടാതെ വരുമ്പോഴാണ് ഈ അവിഹിതത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവേണ്ടതല്ല. ദമ്പതിമാർ പ്രണയത്തിൻ്റെ ആഘോഷം ആസ്വദിക്കാൻ കഴിയട്ടെ. ജീവിതമെന്ന് പറയുന്നത്, ദാമ്പത്യം എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ആഘോഷമാവട്ടെ. ഒരു ലൈഫല്ലേ ഉള്ളൂ. ഇനി എന്നാണ് നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പ്രേമിക്കാൻ പോകുന്നത്? ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ്? നിങ്ങൾക്ക് എത്ര പ്രായമായെങ്കിലും ശരി, പ്രണയം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുറകിലൂടെ പോയി കെട്ടിപ്പിടിക്കുക, കവിളിൽ ഉമ്മ വയ്ക്കുക, അല്ലെങ്കിൽ കഴുത്തിലൂടെ അടുക്കളയിൽ തിരക്കിനിടയിൽ നിൽക്കുന്ന ഭാര്യയെ പോയിട്ടും പുറകിലൂടെ കെട്ടിപ്പിടിച്ച് കഴുത്തിലൊരു ഉമ്മ വയ്ക്കുക, ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് സർപ്രൈസായിട്ട് കെട്ടിപ്പിടിച്ച് ചുണ്ടിലൊരു ഉമ്മ കൊടുക്കുക, കിസ് ചെയ്യുക. ഇതൊക്കെ പ്രണയത്തിൻ്റെ എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. നിങ്ങളല്ലാതെ ഇത് ആര് കൊടുക്കാനാണ്? നിങ്ങളുടെ ഭാര്യയല്ലാതെ, നിങ്ങളുടെ ഭർത്താവിനെ അല്ലാതെ പിന്നെ ആരെയാണ് ഇതൊക്കെ ചെയ്യുക? നിങ്ങൾ ഇന്നല്ലാതെ പിന്നെ എന്നാണ് പ്രണയിക്കുക? പ്രണയത്തിൻ്റെ മഴ പെയ്തുകൊണ്ടേയിരിക്കട്ടെ. അതുണ്ടെങ്കിൽ പിന്നെ അവിടെ ദാരിദ്ര്യമുണ്ടാകില്ല, സന്തോഷത്തിൻ്റെ വരൾച്ചയും ഉണ്ടാകില്ല. സന്തോഷത്തിന് യാതൊരു തരത്തിലുള്ള വരൾച്ചയും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ജീവിതം സുലഭവും സംതൃപ്തവുമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ കസാക് ബെഞ്ചാലി.